ഇസ്രയേലിനെതിരെ ആക്രമണം തുടർന്ന് ഇറാൻ. ഹൈഫയിലും ടെലവീവിലും ജെറുസലേമിലും ഉഗ്രസ്ഫോടനങ്ങളുണ്ടായി. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന് നേരെയും ആക്രമണം നടന്നു. അതേസമയം ഇറാനിൽ വീണ്ടും ആക്രമണം എന്നാണ് സൂചന. തബ്രിസ് കർമാൻഷയിലും ആക്രമണമുണ്ടായി. പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഐസൺ ജോസ് ചേർന്ന വിവരങ്ങളുമായി. ഐസൺ, ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായതിനു ശേഷം ഇറാനിനെ തീരുമാനിക്കാം എന്നുള്ളതൊരു അന്ത്യശാസനം പോലെ തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. തുടരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ട്രംപ് പറഞ്ഞു വെച്ചു. ഇപ്പോൾ അതിനുശേഷം മനസ്സിലാക്കുന്നത് എന്താണ്? ഇറാൻ വീണ്ടും യുദ്ധരംഗത്ത് കൂടുതൽ ആക്രമണവുമായി വരികയാണോ? തിരിച്ചും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. തീർച്ചയായും വീണ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രയേലിലെ വിവിധ ഇടങ്ങളിൽ, അതായത് ഇസ്രയേലിൻ്റെ ഹൈഫയിലും അതുപോലെ തന്നെ ടെലവീവിലും എല്ലാം തന്നെ ആക്രമണം നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ജെറുസലേമിലും ആക്രമണം നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ ശക്തമായ തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്കും ഉണ്ടാകുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അതായത് പടിഞ്ഞാറൻ ഇറാനിലെ തെബ്രിസ്, കെർമാൻഷാ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടന്നു. വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ അവിടെയും നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ച 2 മിസൈലുകൾ പ്രതിരോധിക്കാൻ ഇസ്രയേലിനായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇറാൻ്റെ പല കേന്ദ്രങ്ങളിലും നടത്തിയത്. ഈ കേന്ദ്രങ്ങളിൽ നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ അമേരിക്കയുടെ ആക്രമണത്തെ അംഗീകരിക്കുകയും അത് നന്ദി അറിയിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇറാൻ ഈ ആക്രമണം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം, ഇസ്രയേലിലെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്കും ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു നീക്കമാണ് ഇനിയും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഉണ്ടായതുപോലുള്ള അമേരിക്കയുടെ ഒരു അതിശക്തമായ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത ഉടൻ, അതായത് ഈ വരും മണിക്കൂറുകളിലൊന്നുമില്ല എങ്കിൽ കൂടി ഇത്തരത്തിലാണ് ഇറാൻ്റെ നീക്കമെങ്കിൽ, ഇറാൻ വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കുന്നൊരു രീതിയാണെങ്കിൽ വീണ്ടും പ്രതിരോധ രംഗത്തേക്ക് കുറെ കൂടി ശക്തമായി അമേരിക്ക എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും അതിശക്തമായ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പരസ്പരം ആക്രമണങ്ങൾ നടക്കുന്നു. അത് കാര്യമായിട്ടല്ലെങ്കിലും ബെൻ ഗുറിയോൺ വിമാനത്താവളം, ജെറുസലേം, അതുപോലെ തന്നെ ടെലവീവ്, ഹൈഫ തുടങ്ങിയ മേഖലകളിൽ ഇസ്രയേലിലും ആക്രമണം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ചും പടിഞ്ഞാറൻ ഇറാനിലെ പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രയേലും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ശരിയായി.